ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ നമ്മുടെ ചെടികളെല്ലാം നമ്മൾ നനച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് നന്നായിട്ട് നനച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വാടിപ്പോവും. ഈ ചൈനീസ് ബോൾസൊക്കെ പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് വാടിപ്പോകും. നന്നായിട്ട് വെള്ളം നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകും. നല്ല ഭംഗിയാണ് ആ പൂക്കൾ കാണാനായിട്ട്. പിന്നെ ഇത് ഒരു വൈറ്റ് കളറ് പൂവാണ്. ഒരുപാട് പൂക്കൾ ഈ ചെടിയിലുണ്ടാകും. പക്ഷേ ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇതിൻ്റെ വേറെ കളർ ഷെയ്ഡ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരു വൈറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ചെടിയുടെ പേരെനിക്കറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വൈറ്റ് കളറ് പൂവാട്ടോ. ഗ്രൗണ്ട് ഓർക്കിഡുകൾ പല കളറുണ്ട്. യെല്ലോ, വയലറ്റ്, വൈറ്റ്, അങ്ങനെ പല കളറിലുണ്ട്. പിന്നെ നമ്മൾ കമ്പൊക്കെ പ്രൂൺ ചെയ്തിട്ട് മണ്ണൊക്കെ മാറ്റി നട്ടു കൊടുത്ത നമ്മുടെ ബൊഗൈൻവില്ല എല്ലാം മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ബൊഗൈൻവില്ല നന്നായിട്ട് പൂക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ നമ്മൾ പ്രൂൺ ചെയ്യാൻ കുറച്ച് വൈകിയതുകൊണ്ട് നമ്മുടെ ഇപ്പം മുട്ടിട്ട് വരുന്നേ ഉള്ളൂ. പക്ഷെ എല്ലാം തന്നെ മുട്ടുകൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് പൂവൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒരുപാട് ദിവസം നിൽക്കുമല്ലോ ബൊഗൈൻവില്ല ചെടികളുടെ പൂക്കൾ. എൻ്റെ കയ്യിലൊരു 10-12ഓളം കളറുകളിലുള്ള ബൊഗൈൻവില്ല ചെടികളുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ശവന്നാറി എന്നാണ് പറയണത്. അതിൻ്റെ വൈറ്റ് കളറിൽ പൂവാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ.